കാനുണ്ട് തോന്നുന്നു. ചക്ക കനത്തിന്റെ അല്ലത് കാനുണ്ട് വിചാരിച്ചമായിരുന്നല്ലേ. ചക്ക ചെറുതാണെങ്കിലും നല്ല വെയിറ്റ് തോന്നുന്നു. ചക്ക വെയിറ്റ് ഉണ്ട്. മോശമാരില് അതിശയൊന്നുമില്ല, നല്ല വെയിറ്റ് ഉണ്ട്. സൂപ്പർ സാധനട്ടാ. ഇതെന്താ പരിപാടി? ഇന്നത്തെ സംഭവം ഇതാ. ഇന്നത്തെ വീഡിയോയില് പല വട്ടം പറഞ്ഞിട്ടുണ്ട് ചക്ക നശിപ്പിക്കരുത്, ചക്ക നശിപ്പിക്കരുത്. ഒരുപാട് ഐറ്റം ഉണ്ടാക്കണ അതിലൊരു ഐറ്റമാണ് നമ്മൾ വീണ്ടും കൊണ്ടുവരുന്നത് ചക്കപ്പായസം. ഒരു വെറൈറ്റി തന്നെയാണ്. അപ്പൊ ആരും ഉണ്ടാക്കാത്ത ഒരു വെറൈറ്റിയാണ് നമ്മൾ. അപ്പൊ കൊല്ലാര മുത്തുമണികളെ ഇന്നത്തെ നമ്മളെ വീഡിയോ ചക്കപ്പായസമാണ്. അടിപൊളിയാ വിട്ടാ, സൂപ്പറോ. ചക്ക എന്താ ദമ്മ് സാധനട്ടാ. ചക്കലട പെരിഞ്ചക്കയാണ് കേട്ടോ. ഇപ്പോളേ ചക്കത പൊളിച്ചിട്ട് ഈ പരുവത്തിലാക്കിട്ടാ കുരു എടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിന്റെ കുരു എടുക്കലാണ് അടുത്ത പരിപാടി. ഇതിന് മെഷീനൊന്നുമില്ല, ഞങ്ങൾ കൈയിട്ട് തന്നെ എടുക്കണം കേട്ടോ. ഞാൻ അടുത്താണ്, ഞാൻ അടുത്തുകൊണ്ട് തോൽക്കുന്നത് 2.5 വെച്ചിട്ടാണ് ഞാൻ തോൽക്കണത്. നന്നായിട്ടൊന്ന് തൊലിച്ചൊക്കെ അത് തൊലിക്കലാണ് വലിയ പാട്. അപ്പൊ ചക്ക തൊലിച്ചുകൊണ്ട് എന്താ ആ ചക്കന്റെ ചവണി ആ കുരു ഒന്നായിട്ട് എടുക്കണ്ട. ചവണി ഒന്നും പടരുത് ജ്യൂസ് അടിക്കുമ്പോ. ഇതിന്റെ നല്ല ഭാഗം നല്ലത് മാത്രമേ നമ്മൾ എടുക്കണുള്ളൂ കേട്ടോ. നല്ലത് ഫ്രഷ് ആയിട്ടുള്ളത് മാത്രമേ എടുക്കണുള്ളൂ. അതായിട്ടാണ് ജ്യൂസ് അടിക്കാൻ പോണത്. ജ്യൂസ് അടിച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. നമ്മൾ ഒരു മുത്തുമണി ഉള്ളൂ കേട്ടെന്ന്. അല്ല പോത്ത് നമ്മളെ സബ്സ്ക്രൈബറാണ്. പോത്തെ വടലി തന്നൊക്കെ കാര്യമാണ്. ബെൽബൈക്കൻ അമർത്തുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്വഭാവം ഉണ്ട്, ഒന്നും ഒഴിവാക്കൂല. ഓസി കിട്ടിയ ഓലക്കൊടി വരെ തിന്നു. ഇപ്പൊ കണ്ട ആ ചക്കന്റെ മറ്റേ കുരു ഞാൻ എടുക്കണം ഉദ്ദേശിച്ചാണ്. അത് ഓനെടുത്ത് പോവാണ്. ഞാൻ പറയാൻ പറ്റും. ഞാൻ ആദ്യം തന്നെ പറയുന്നുണ്ട്, ചക്കന്റെ ഒന്നും ഒഴിവാക്കൂല, വേസ്റ്റ് ആക്കൂല എന്നുള്ളത്. ചക്കന്റെ കുരു നമുക്ക് കറി വെക്കാം, ഉപ്പേരി ഉണ്ടാക്കാം. പിന്നെ ഇത് പായസം ഉണ്ടാക്കാനാണ് ചക്കൻ്റെ. പിന്നെ അതിന്റെ തോല് വരെ നമ്മള് പോത്തിന് കൊണ്ടുകൊടുത്തില്ല. ഉപ്പിൽ മേടിക്കാൻ പോയിക്കണ്, ആളെത്തിയിട്ടില്ല. ആർക്കേജ് ആയിട്ട് ആദ്യമായിട്ട് മേടിക്കാൻ പോണത് ആർക്കേജ്. ചൂടായിട്ടുണ്ട്. അണ്ടി മുന്തിരിയും കൂടെ ഇടാട്ടാ. അണ്ടി മുന്തിരിയും കൂടെ അതാ കേട്ടോ. പാക്കറ്റാണ് വയ്ക്കണേ. കാച്ചിയ പാത്രത്തിലേക്ക് കുറച്ച് അരിപ്പൊടി യൂസ് ചെയ്യുന്നുണ്ട്. അരിപ്പൊടി ഇത് നമ്മളെ പായസം ഉണ്ടാക്കണതാ. എല്ലാരും കാണണോ? അതാ വയ്ക്കണേട്ടാ. കലക്കി വയ്ക്കണേട്ടാ. അടുത്തതായി ചെയ്യാൻ പോണത് നമ്മളെ ചക്ക നന്നായിട്ടൊന്ന് ജ്യൂസ് അടിച്ചിട്ട് കൊണ്ടുവരാം. നമ്മളെ ജ്യൂസ് അടിച്ച ചക്കയാണിത്. ജ്യൂസ് അടിച്ച ചക്കയാണ്. അപ്പോൾ നമ്മൾ ചക്ക നമ്മളെ ഈ പാലിലേക്ക് നമ്മൾ നേരത്തെ പാല് ഇതാക്കില്ല, അതിൽ പോയിട്ടുണ്ട് കേട്ടോ. ആഹാ, കട്ടി കൂടുതലാണ്. അപ്പം നമ്മളെന്ത് ചെയ്യണം, കുറച്ച് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ. പോകുന്നത് അമൂലിൻ്റെ മിഠായി മേറ്റാട്ടോ. അത് ചെന്ന ഭയങ്കര ടേസ്റ്റാണ്. ഏത് പായസത്തിനും നല്ല ടേസ്റ്റാണ്. ഒരു 4 അതേപോലെ കയ്യിൽ പഞ്ചസാര ഇട്ടിട്ട് കേട്ടോ. 4 കയ്യിൽ പഞ്ചസാര. ഇപ്പോൾ പഴഞ്ചാക്കൊക്കെ വെറുതെ റോട്ടുമ്മൽ അവിടെ ഇവിടെയും കിടന്നിട്ട് നശിപ്പിച്ച് കളയും. അതിന് നല്ല പിള്ളേർക്കൊക്കെ ഇത് നമ്മളിപ്പോൾ നിങ്ങൾക്ക് ഉപയോഗമില്ല എന്നുണ്ടെങ്കിൽ ഫ്രീസറും ഫ്രിഡ്ജൊക്കെ ഓരോ വീട്ടിലുണ്ട്. ജീരകം, പെരുംജീരകം, ഏലക്കായ്, ചെറിയ ജീരകം, ഏലക്കായ് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് ഒന്ന് പൊടിച്ചിട്ട് ഞാനിതിൽ ആഡ് ചെയ്യും കേട്ടോ. ഓക്കെ,
അപ്പൊ ഏലക്കായ നല്ല ജീരം കൂടെ ഞാൻ പഞ്ചസാര കൂട്ടിയിട്ട് പൊടിച്ചിട്ടാ ഇതാ അതിൽ ആഡ് ചെയ്യണ്ട. അയ്യോ നല്ല സ്മെല്ലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇനി നമ്മളെ ചക്ക ചെറുതാക്കി കട്ട് ചെയ്ത പീസാണ് ഇട്ടത്. ചെറുതാക്കി കട്ട് ചെയ്തത് ചക്ക എന്ന് അറിയാൻ വേണ്ടിയിട്ടത്. ഈ ഗ്ലാസ്സിൽ അപ്പൊ ഹലോ പിന്നെ പൊന്നാര മുത്തുണ്ണികളെ നമ്മളെ ചക്കപ്പായസം റെഡി ആക്കിണ്ടാ. അടിപൊളിയായിട്ട് നല്ല ചൂടും നല്ല സ്മെല്ലൊക്കെ ഉണ്ടാ. അടിപൊളി പായസം ഉണ്ട്. ആ ചക്കന്റെ സ്മെല്ലും ആ ചക്കപ്പായസം എന്ന് പറഞ്ഞാൽ നമ്മളെ അയൽവക്കത്തുള്ള ആൾക്കാരൊക്കെ മണം കേട്ടിട്ട് അവിടെ നിൽക്കണം. അത്ര സ്മെല്ലാണ്. അടിപൊളി സാധനമാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കൊണ്ടി. ഇങ്ങോട്ട് അടിക്കണേ യൂസ് പാകണ്ട അടിക്കണേ. താത്തി താത്തി ഞാൻ കാണിച്ചതാ മതി. ഇങ്ങനെയുണ്ട് വളമ്പാനാ പണി. ഒക്കെ ഒന്ന് റൗണ്ടാക്കി മക്കൾക്ക് കൊടുക്കാനായിട്ടുള്ള പായസങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ മുത്തുമണികൾക്ക് ക്യൂ നിൽക്കാണ്. വീഡിയോ കാണിക്ക് ക്യൂ നിൽക്കാണ്. എല്ലാവരും ക്യൂ നിൽക്കി നല്ല റെഡി നിൽക്കി ക്യൂ നിന്നിട്ട് പായസം മേടിക്കാൻ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ ഈ പാത്രത്തിലുള്ളത് ഇപ്പൊ നമ്മളെ കുറച്ച് ആൾക്കാർക്ക് വേറെ കൊടുക്കാണ്ട്. അപ്പൊ അതുകൊണ്ട് തീർന്ന പായസം ഫിനിഷ്. അപ്പൊ ചക്ക പായസം എല്ലാരും പായസം തരും. ഇങ്ങോട്ട് അവിടെ നോടി പായസം കൊടുക്കാണ്ട് നമ്മളെ കുട്ടികൾക്ക് പായസം കൊടുക്കും. കുട്ടികൾ കഴിച്ചിട്ട് മതി നമുക്ക്. കുട്ടികളെ ടേസ്റ്റ് നോക്കണം. ടേസ്റ്റ് നമ്മൾ നോക്കിക്കണം. സൂപ്പറാണ്. ഞാൻ നോക്കിയിട്ടില്ല. എല്ലാവർക്കും കൊടുക്കാം. ചൂടുണ്ടാവും കേട്ടാ. ചൂടാ കുട്ടിയുടെ കാല് നേരമുണ്ട്. അതെങ്ങനെ പിടിക്കുന്നത്? ഇങ്ങനെ പിടിക്കും. അതാ നോക്കി ചൂടുള്ള സാധനം. രണ്ട് കൈ കൊണ്ട് പിടിക്കണോ? രണ്ട് കൈ പിടിക്കണം. അവിടെ അപ്പൊ നമ്മളെ പായസമൊക്കെ എങ്ങനെയുണ്ട്? എന്ത് പായസം മനസ്സിലായ? ചക്ക പായസം. നിങ്ങളെ പെരയിൽ നിങ്ങൾ കുടിച്ചത് ഏറ്റവും ടേസ്റ്റുള്ള പായസമാണോ അത്? ഇങ്ങനത്തെ പായസം കുടിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ വീട്ടിലെല്ലാം പോയിട്ട് നമ്മളെ ചക്ക എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതൊരിക്കലും നശിപ്പിക്കരുത്, സമ്മതിക്കരുത്.